പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഹനാനി മിഷനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി മിഷൻ പ്രിയ അസംജൻ ബ്രദർ, സുനിൽ പാസ്റ്റർ, കോശിയങ്ങളൊക്കെയും എല്ലാ ഹനാനി മിഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ എസ്റ്റാബ്ലിഷിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ, അത് കാണുന്നതിൽ, അതിൽ ചെറിയ തോതിലൊക്കെ ഇൻവോൾവ് ആവാൻ പറ്റുന്നതിലൊക്കെയും ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഡൽഹിയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുമുണ്ട്. മഞ്ജുവും റിയ, ബിയ, കെസിയ, കോശിയങ്ങളൊക്കെയും ഡൽഹിയിൽ നിന്ന് ജോയിൻ ചെയ്തതിനായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നലെ സുനിൽ പാസ്റ്റർ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു മീറ്റിങ്ങിന് ചെറിയ ഒരു വചനം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഞെട്ടലോടുകൂടിയാണ് അത് കേട്ടത്. കാരണം എനിക്കിപ്പോൾ ഇത് 8 മണി കഴിയുമ്പോൾ തന്നെ എനിക്ക് എയർപോർട്ടിലോട്ട് പോകണം. ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ഇത് ഒഴിവാക്കണോ വേണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞല്ല, യു ഹാവ് ടു പ്രൊസീഡ്. ആ ഒരു പരിശുദ്ധാത്മാവ് അങ്ങനെ ഇടപെട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പാസ്റ്ററോട് ഓക്കെ പറഞ്ഞ ശേഷം ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്താ പറയുക, എന്താണ് വാട്ട് ഈസ് മൈ അസൈൻമെൻറ്റ്? അപ്പം പരിശുദ്ധാത്മാവ് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 14:8. യോഹന്നാൻ്റെ സുവിശേഷം 14:8 ഞാൻ വായിക്കാം. അത് ആണ് എൻ്റെ രണ്ടാമത്തെ ഞെട്ടൽ. അതെന്ന് വെച്ചാൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. ഇതാണ് ആ വാക്യം. അപ്പോൾ ഇത് ഞാൻ ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ല, ഇതിനകത്ത് എന്ത് മെസ്സേജാണ് എന്നുള്ള ആ രണ്ടാമത്തെ ഞെട്ടൽ. ഈ മൂന്നാമത്തെ ഞെട്ടൽ അത് എന്താണെന്ന് മനസ്സിലായപ്പോഴാണ് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമുള്ളൂ, എങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ദൈവം അടിയനെ കുറച്ചുകൂടെ വ്യക്തമായി കാണിച്ചു തരുവാൻ ഈ ഒരു വചനവേദഭാഗത്തിൽ നിന്ന് അത് പുതിയതായിട്ടൊരു കാര്യം എന്നെ പഠിപ്പിക്കുവാൻ, അത് ക്ലാരിഫൈ ചെയ്യുവാനും ദൈവം സഹായിച്ചു. ആ കാര്യം നമ്മളോട് നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം, ഒരുമിച്ച് ആ കാര്യം ഒന്ന് ചിന്തിക്കാം. ഞാൻ ഓൾറെഡി വായിച്ചുവല്ലോ 8-ാം വാക്യം. ഇവിടെ അതിൻ്റെ കോണ്ടസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ 6-ാം വാക്യം മുതൽ വായിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്: യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. പീലിപ്പോസ് അവനോട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട്, വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് പീലിപ്പോസ് യേശുവിനോട് പറയുന്ന ഒരു വാക്യമാണ് 8-ാം വാക്യം. പീലിപ്പോസിൻ്റെ ആവശ്യം പിതാവിനെ ഒന്ന് കണ്ടാൽ മതി. ദൈവം എന്നോട് പറഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതേ പ്രാർത്ഥന തന്നെ നമ്മളിൽ പലരും, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരായ നമ്മൾ, ദൈവത്തിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ രീതി, നമ്മൾ ഉപയോഗിക്കുന്ന പദം ഇച്ചിരി വ്യത്യാസമുണ്ട്. എങ്ങനെയെങ്കിലും സ്വർഗത്തിലൊന്ന് പോയാൽ മതി. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം. ഇതെപ്പോഴും നമ്മൾ മിക്കവാറും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ പീലിപ്പോസും വേറെ അതിനകത്തൊരു വ്യാജഭാവമോ അല്ല ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, സ്വർഗത്തിൽ പോകണം അല്ലെങ്കിൽ പിതാവിനെ ഒന്ന് കാണണം എന്നുള്ള ഒരു നല്ല ഒരു സംഭവമാണ്. പക്ഷേ ആ ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഈ പറഞ്ഞ നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ പുറകിലുള്ള അതിൻ്റെ യഥാർത്ഥമായ കാഴ്ചപ്പാട് യേശു റീഡിഫൈൻ ചെയ്ത ഒരു ഭാഗമാണ്
നമ്മൾ വായിച്ച വാക്യങ്ങളും അതിൻ്റെ മുമ്പിലും താഴെയുമുള്ള വാക്യങ്ങൾ വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെങ്കിലും സ്വർഗത്തിലൊന്ന് പോകണം. വളരെ നല്ല കാര്യം. ആ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു കാര്യമാണ് ഫിലിപ്പോസ് അവിടെ ചോദിച്ചത്. ഇനി ഫിലിപ്പോസ് അങ്ങനെ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. ഇതാണ്. അതിനുശേഷം കുറച്ച് കാര്യങ്ങളുണ്ട്, എങ്കിലും നമുക്കിപ്പം സമയത്തിൻ്റെ പര്യാപ്തത മുഖേന ഈ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതാണ് ദൈവം എന്നെ മനസ്സിലാക്കിപ്പിച്ചതും ഷെയർ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഫിലിപ്പോസിൻ്റെ വളരെ ജെന്യുവനായിട്ടുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും സ്വർഗത്തിലൊന്ന് പോയാൽ മതി, അല്ലെങ്കിൽ പിതാവിനെ ഒന്ന് കണ്ടാൽ മതി. ഈ ചോദ്യം ചോദിക്കുന്നതിന് കാരണമാകുന്ന യേശുവിൻ്റെ വളരെ പ്രസക്തമായ ഒരു കാര്യം, ഓൾറെഡി യേശു പറഞ്ഞൊരു കാര്യം തന്നെ പിതാവിൻ്റെ അടുത്തെത്തുന്ന കാര്യമായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോ 6-ാം വാക്യത്തിൽ ശരിക്കും പറഞ്ഞ പിതാവിൻ്റെ അടുക്കൽ നമ്മളെ എത്തിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പിതാവിൻ്റെ അടുക്കൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ യേശുവിൽ കൂടെ എത്തുള്ളൂ. യേശുവിൽ കൂടെ എത്തുക എന്ന് പറയുമ്പോൾ യേശു ആ കാര്യത്തെ 3 തിരിച്ചിട്ട് പറയുകയാണ്. എന്നിൽ കൂടെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വഴിയുണ്ട്. എന്നിൽ കൂടെ എന്ന് പറയുമ്പോൾ അവിടെ സത്യമുണ്ട്. എന്നിൽ കൂടെ എന്ന് പറയുമ്പോൾ അവിടെ ജീവനുണ്ട്. ആ ടോട്ടാലിറ്റിയാണ് നിന്നെ പിതാവിൻ്റെ അടുക്കൽ എത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു സംഭവമാണ്. പക്ഷേ ഇന്ന് അതിനെ റീഡിഫൈൻ ചെയ്യും, അതിനെ വളരെ കറക്റ്റായിട്ട് ആശയം ആഴത്തിൽ മനസ്സിലാകുകയും ചെയ്യുക. പിതാവിൻ്റെ അടുക്കൽ ഓൾ ഓഫ് എ സഡൻ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ യേശു വരുമ്പോൾ എടുക്കപ്പെടുമെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയത്. ഹല്ലേലൂയ. ആ പോക്ക് യേശുവിലൂടെയാണ്. ആ പോക്കിനകത്ത് വേ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ തന്നെ യേശുവിൻ്റെ ആ കാര്യം പറയുമ്പോൾ, യേശു നമുക്ക് തന്ന കാര്യം യേശു ഓൾറെഡി യേശുവിൻ്റെ ജീവനാൽ തന്നെ, യേശുവിൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച കാര്യമാണ് നമുക്കും പകർന്നു നൽകിയത്. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, പിതാവും യേശുവും തമ്മിലുള്ള ഒരു പ്രത്യേക എഗ്രിമെന്റ് യേശു ഓൾറെഡി അക്കംപ്ലിഷ് ചെയ്തിട്ട് അതേ കാര്യം നമ്മളിലോട്ടും പാസ് ഓൺ ചെയ്തിട്ടാണ് യേശു പോയത്. അത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. യേശു തന്നെ പറയുന്നു, പിതാവ് അവനിലും യേശു പിതാവിലും വസിച്ചിട്ടാണ് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സപ്പോസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിചാരിക്കുക, യേശുവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്തില്ലായിരുന്നെങ്കിലോ? ഹല്ലേലൂയ. അപ്പൊ യേശുവിൻ്റെ ഹല്ലേലൂയ വർക്ക് അക്കംപ്ലിഷ് ആവുമായിരുന്നു, അല്ലെങ്കിൽ ആ എർഗോൺ അത് പ്രോപ്പർ ആകുമായിരുന്നു. ഹല്ലേലൂയ. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ വ്യക്തികളോടുമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ യേശു കാണിച്ചു തന്ന ഐ ആം ദ വേ എന്ന് പറയുമ്പോൾ തന്നെ യേശുവിൻ്റെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ എല്ലാ ചലനവും എല്ലാ പ്രവൃത്തിയും പിതാവിൻ്റെ യഥാർത്ഥ ഡയറക്ഷനിൽ ചെയ്ത കാര്യങ്ങളായിരുന്നു. പിതാവ് അവനിൽ വസിച്ച് അവൻ പിതാവിൽ വസിച്ച് ചെയ്തതാണ്. അതേപോലെ നമ്മളോടും പറയുന്ന ഒരു കാര്യം, നമ്മൾ യേശുവിൽ വസിക്കുകയും യേശു നമ്മിൽ വസിക്കുകയും യേശുവിനോട് ചോദിച്ച് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം
അത് ഫുൾഫില്ല് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആ വേ അക്കോംപ്ലിഷ് ചെയ്തു എന്ന് പറയുള്ളൂ. അതാണ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ ടു റീച്ച് ഫാദർ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളത് അതായത് എങ്ങനെയെങ്കിലും ആരാധനയ്ക്ക് പോകുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നു, അങ്ങനെ പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ മരിക്കുന്നു, സ്വർഗത്തിൽ പോകുന്നു എന്നുള്ള ആ കാഴ്ചപ്പാട് മാറ്റിയല്ലേ. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ആ പിതാവിനോടുള്ള യാത്രയിൽ ഒരു ലൈവ്ലി ആയിട്ടുള്ള ജീവന്റെ ഒരു സിസ്റ്റമാണ് യേശു നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. ഡെഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ പിതാവിന്റെ അടുക്കൽ പോകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. യേശു കുറച്ചു മുമ്പ് സിംജൻ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു 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 പ്രകാശിക്കുന്ന അവസ്ഥ, ഒരു ജീവനുള്ള ഒരു അവസ്ഥയാണ് പിതാവ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളിൽ ഓരോരുത്തരിലും. വ്യക്തമായ പ്ലാൻ ദൈവത്തിനുണ്ട് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച്. ആ വ്യക്തമായ പ്ലാനിന്റെ അക്കോംപ്ലിഷ്മെന്റ്, അതായത് യേശു നമ്മളിൽ വസിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് യേശു അല്ലെങ്കിൽ അവിടെ റെക്കോർഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ പദ്ധതി. ദൈവം അവിടെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അതും കൂടെ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ വേ. അതിൻ്റെയൊക്കെ ആകത്തുകയാണ് നമ്മൾ സ്വർഗത്തിലെത്തുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാത്രമല്ല യേശു നമ്മളിൽ വസിക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും നീതിയും ട്രൂത്തുമായിരിക്കണം. ഹല്ലേലൂയ. അതും ഇതിന്റെ ഭാഗമാണ്. പിതാവിന്റെ അല്ലെങ്കിൽ സന്നിധിയിൽ എത്തുന്നതിന്റെ, സ്വർഗത്തിൽ എത്തുന്നതിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. യഥാർത്ഥമായി അവൻ ഡിസൈൻ ചെയ്ത ആ പാതയിൽ നടക്കുക, അത് അക്കോംപ്ലിഷ് ചെയ്യുക. അതുപോലെ ഹല്ലേലൂയ ആ സത്യത്തിൽ എല്ലാ മേഖലകളിലും എവിടെ ചെന്നാലും സാക്ഷ്യവും സത്യവുമുള്ള വ്യക്തികളായി തീരുക. ജീവൻ, ആ പ്രകാശം ചൊരിയുന്ന, ആ ടേസ്റ്റ് പകരുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ ആകത്തുകയാണ് ഹല്ലേലൂയ നമ്മുടെ നിത്യജീവൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗരാജ്യത്തിൽ എത്തിയാൽ മതി എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ ഇന്ന് അറ്റ്ലീസ്റ്റ് കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അത് മനസ്സിലാക്കിയോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ദൈവം വെച്ചിരിക്കുന്ന പ്ലാനിന്റെ അക്കോംപ്ലിഷ്മെന്റ്സും നമ്മുടെ സാക്ഷ്യവും ഹല്ലേലൂയ. ആമേൻ. യഥാർത്ഥമായ നിത്യജീവനും ആ യഥാർത്ഥമായ ലൈഫും ഹല്ലേലൂയ ആണ് ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ അവങ്കല് എത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ. പ്രിയദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ടൈം ഇവിടെ തീരുവാണ്. ഹല്ലേലൂയ. ഇനിയും ചുമ്മാ സ്വർഗത്തിൽ പോകത്തില്ല. അത് നമ്മുടെ കാര്യത്തിലും ഇനി ആരെങ്കിലും അതങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെയും കറക്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ പോകുന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ ഓർത്താൽ മതി. ആരെങ്കിലും PhD സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ചുമ്മാ കിട്ടുമോ? അല്ലെങ്കിൽ ഒരു വലിയൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നല്ലൊരു ഡിഗ്രി വേണമെങ്കിൽ വെറുതെ കിട്ടുമോ? ഇല്ല. അതിന് സെർട്ടൺ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. അത് നമ്മുടെ സെക്കുലർ വേൾഡിൽ ഇതാണെങ്കിൽ നമ്മൾ എന്ത് വകുപ്പിലാണ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് അങ്ങ് മരിക്കുമ്പോൾ അങ്ങ് എത്തിയാൽ മതി എന്ന് പറയുന്നത്? നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഡെഫിനറ്റ് ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തോട് ചോദിക്കുക, ദൈവം പറഞ്ഞു തരും. അതിൽ മുന്നോട്ട് പോവുക. നമ്മുടെ സാക്ഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലാ നമ്മൾ ഒരിക്കലും സെൽഫായിട്ട് ശരിക്കും ഡിനേ ചെയ്തിട്ട് തന്നെ യേശുവിനെ ഫോളോ ചെയ്യുക എന്നുള്ള സിസ്റ്റമാണ് നമ്മളെക്കുറിച്ച് യേശു കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു, മരണപര്യന്തം അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല എന്ന് പറയുന്നത്. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം തന്ന ഹനാനി മിഷനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ഓരോരുത്തരും ധാരാളമായി അനുഗ്രഹിക്കും.